അമേരിക്ക വിചാരിച്ചു ഇന്ത്യയെ ഒന്ന് വിരട്ടാമെന്ന്. നമ്മൾ അങ്ങോട്ട് വിൽക്കുന്ന സാധനങ്ങൾക്ക്, അതായത് നമ്മുടെ എക്സ്പോർട്സിന് മേൽ ഭയങ്കരമായിട്ട് ടാക്സ് കൂട്ടുകയാണ് അവരുടെ ഇപ്പോഴത്തെ പരിപാടി. സാധാരണഗതിയിൽ ഏതൊരു രാജ്യവും ഒന്ന് പതറേണ്ടതാണ്. നമ്മുടെ സാധനങ്ങൾ അമേരിക്കയിൽ വിൽക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുകയും അതോടുകൂടി നമ്മുടെ ഫാക്ടറികളൊക്കെ പൂട്ടി പോവുകയും ആളുകൾക്ക് ജോലി പോവും, അങ്ങനെ മൊത്തത്തിൽ അങ്ങ് തകർന്ന് തരിപ്പണമാവും. അങ്ങനെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൃത്യം നേരെ വിപരീതമായ കാര്യമാണ് നടന്നത്. അമേരിക്കയിൽ നമുക്ക് പണി തരാൻ നോക്കിയ ഒരു സമയത്ത് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്കാണ് നമ്മൾ കടന്നത്. അതും വെറും വാക്കിലല്ല, കണക്കുകൾ സഹിതമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ചില സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ലോകത്തിലെ തന്നെ വമ്പൻ ബിസിനസ് ചാനലായ CNBC ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. അമേരിക്ക ടാക്സ് കൂട്ടിയിട്ടും ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്തത് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, റെക്കോർഡ് വർധനവുണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഇന്ത്യൻ എക്കണോമി പ്രശ്നത്തിലാണ്, രൂപയുടെ മൂല്യം ഇടിയുന്നു എന്നൊക്കെയാണല്ലോ. എന്നാൽ നവംബർ മാസത്തിലെ ഇന്ത്യയുടെ കയറ്റുമതി കണക്കുകൾ വന്നപ്പോൾ കഥ അങ്ങോട്ട് മൊത്തത്തിൽ മാറി എന്ന് വേണം പറയാൻ. നവംബറിൽ മാത്രം ഇന്ത്യയുടെ ഗുഡ്സ് എക്സ്പോർട്സ്, അതായത് സാധനങ്ങളുടെ കയറ്റുമതിയിൽ ഉണ്ടായ വർധനവ് 19%. അതും അമേരിക്ക കടുംപിടുത്തം പിടിച്ച ഈ ഒരു സമയത്ത് തന്നെ. നമുക്ക് ആദ്യം ആ നമ്പറുകൾ ഒന്ന് നോക്കാം. നവംബർ മാസത്തിൽ മാത്രം ഇന്ത്യ കയറ്റുമതി ചെയ്തത് 38.13 ബില്യൺ ഡോളറിന്റെ സാധനങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അമേരിക്കയിലേക്കുള്ള നമ്മുടെ കയറ്റുമതി തന്നെയാണ്. ട്രംപ് ഭരണകൂടം ടാക്സ് അല്ലെങ്കിൽ താരിഫ് കൂട്ടിയിട്ടും അമേരിക്കയിലേക്ക് നമ്മൾ അയച്ച സാധനങ്ങളുടെ അളവ് 22.6% വർദ്ധിച്ചത്. ചിന്തിച്ച് നോക്കണം. അതെ, അവർ നമ്മളോട് പറയുന്നു നിങ്ങളുടെ സാധനം ഇവിടെ വിൽക്കണമെങ്കിൽ കൂടുതൽ പണം തരണമെന്ന്. എന്നിട്ട് പോലും നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ സാധനങ്ങൾ കൂടുതൽ വിലയ്ക്ക്, കൂടുതൽ സാധനങ്ങളായിട്ട് കൃത്യമായ രീതിയിൽ കൂടുതൽ വിൽപ്പന നടത്തി അവരെ ഞെട്ടിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇന്ത്യൻ പ്രൊഡക്ട്സിന് അവിടെ അത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആ ക്വാളിറ്റിക്ക് പകരം വെക്കാൻ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ സാധനങ്ങൾ അത്ര മോശമല്ലെന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് കൂടി നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോഴും പറയാറുള്ളത് ഇന്ത്യയുടെ IT മേഖലയെക്കുറിച്ചാണ്, അതായത് സർവീസ് സെക്ടർ. പക്ഷേ ഇത്തവണത്തെ ഈ ഗ്രോത്ത് വന്നിരിക്കുന്നത് ഗുഡ്സ് സെക്ടറിൽ തന്നെയാണ്. അതായത് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കാര്യത്തിൽ ചെറിയൊരു കാര്യം പോലും കുറവ് വരാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ രാജ്യത്തിന്റെ IT മാത്രമല്ല എല്ലാ ഭാഗത്തും നല്ല മെച്ചം വന്നിട്ടുണ്ട്, വളർച്ച വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു രാജ്യം ശരിക്കും വികസിക്കണമെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് നടക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. സോഫ്റ്റ്വെയർ വിൽക്കുന്നത് പോലെയല്ല ഇത്. സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫാക്ടറികൾ പ്രവർത്തിക്കുകയും സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കുകയും ലോറി ഓടുന്നവനും കപ്പലിലെ ജോലിക്കാർക്കും അടക്കം അതിന്റെ ഗുണം ലഭിക്കുകയും ഒക്കെ ചെയ്യും. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കാലങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ തലവേദനയാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട് എന്നത്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് കൂടുതൽ പുറത്തോട്ട് പോകുന്ന അവസ്ഥയാണ് ഇത്. ഒക്ടോബറിൽ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 41 ബില്യൺ ഡോളർ ആയിരുന്നു. ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു അത്. പക്ഷേ നവംബറിൽ എന്താണ് സംഭവിച്ചത്? ഈ എക്സ്പോർട്ട് കൂടിയതോടുകൂടി നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുത്തനെ കുറഞ്ഞു. റോയിട്ടേഴ്സ് പറയുന്നത് പ്രവചിച്ചത് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ്. അതായത് 32 ബില്യൺ വരെ എത്തുമായിരിക്കും എന്ന് പറഞ്ഞത് 24.5 ബില്യൺ ഡോളറായി മാറുകയും ഇത് നമ്മുടെ രൂപയുടെ മൂല്യം വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന കൂടിയാണ്. ഇനി നമുക്ക് നോക്കാം കുറച്ച് ഏതൊക്കെ സെക്ടറുകളിൽ എങ്ങനെയൊക്കെ മുന്നേറുന്നു, എന്താണ് കാരണം എന്നൊക്കെ. ഒന്നാമത്തെ കാര്യം ഇലക്ട്രോണിക്സ് തന്നെയാണ്. പണ്ട് നമ്മൾ ഫോണും ലാപ്ടോപ്പും ഒക്കെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തുകയായിരുന്നു. ഇന്ന് കഥ കൃത്യമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ആപ്പിൾ ഐഫോൺ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കി നമ്മൾ അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷിഫ്റ്റാണ് ഗെയിം ചേഞ്ചർ ആയത്. ഗവൺമെന്റിന്റെ PLI സ്കീമുകളും കമ്പനികൾ ചൈനയെ പേടിച്ച് ഇന്ത്യയിലേക്ക് വന്നതുമെല്ലാം ഇതിന് കാരണമായെന്ന് നമുക്ക് പറയാം. ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഇലക്ട്രോണിക്സ് നിറയുകയാണ്. അടുത്തത് കുറച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു മേഖലയാണ് ജെയിംസ് ആൻഡ് ജ്വല്ലറിയാണ്. അത് അമേരിക്ക ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആഡംബര വസ്തു എന്ന് പറഞ്ഞ്
മാറ്റി നിർത്താൻ സാധ്യതയുള്ള ഐറ്റം. പക്ഷേ അവിടെയും ഇന്ത്യ മിന്നും പ്രകടനമാണ് കാണിച്ചത്, അല്ലെങ്കിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ രത്നങ്ങൾക്കും ആഭരണങ്ങൾക്കും ആഗോള വിപണിയിലുള്ള ഡിമാൻഡ് ഒട്ടും കുറഞ്ഞിട്ടില്ല. സൂറത്തിലെ ഒക്കെയുള്ള വജ്ര വ്യവസായം ഇടയ്ക്കൊന്ന് ഡള്ളായിരുന്നു എങ്കിലും ഇപ്പോൾ അത് ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ കണക്കുകൾ പറയുന്നത് അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയും ഇതിൽ നമുക്ക് കാണാം. പിന്നെയുള്ളത് എഞ്ചിനീയറിംഗ് ആണ്. ഗുഡ്സും ടെക്സ്റ്റൈൽസും ഒക്കെ ഇതിനൊപ്പം പറയേണ്ടതുണ്ട്. ഇതിൽ ടെക്സ്റ്റൈൽസ്, അതായത് തുണിത്തരങ്ങളുടെ കാര്യം എടുത്ത് പറയുക തന്നെ വേണം. ബംഗ്ലാദേശും വിയറ്റ്നാമും ഒക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്തു എന്നൊരു പേടി നമുക്കുണ്ടായിരുന്നു. നമ്മളെയൊക്കെ കടത്തി വെട്ടി അവർ മുമ്പിലേക്ക് പോകണമെന്നൊക്കെ. പക്ഷേ അമേരിക്കൻ വിപണിയിൽ നമ്മുടെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതും ഈ ഒരു മേഖലയായിരുന്നു. എന്നിട്ടും ഇവിടെ നമ്മൾ പിടിച്ചു നിന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ക്വാളിറ്റിയും സപ്ലൈ ചെയിൻ വിശ്വാസ്യതയുമാണ് ഇവിടെ തുറന്നു കാണുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ തുണയായിട്ട് മാറിയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ക്വാളിറ്റിയുടെ മുമ്പിൽ വെക്കാനായിട്ട് മറ്റ് എന്ത് സാധനങ്ങൾക്കാണ് കഴിയുക? ഇവിടെ നമ്മൾ പൊളിറ്റിക്സ് മാറ്റി വെച്ചിട്ട് ഒരു കാര്യം അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് അമേരിക്ക താരിഫ് കൂട്ടുന്നത്? അവരുടെ നാട്ടിൽ സാധനങ്ങൾ വിറ്റഴിഞ്ഞു പോകാനായിട്ട്, അവരുടേതായ പ്രൊഡക്റ്റുകൾ വിറ്റ് പോകാനും പുറത്തുനിന്നുള്ളവ കുറയ്ക്കാനുമൊക്കെയാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അത് വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ പറയണം. പ്രധാനമന്ത്രിയെ തകർക്കാമെന്ന് വിചാരിച്ച് ചെയ്ത പലതും പാളിപ്പോയതാണ് നമ്മൾ കണ്ടത്. അതിന് കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളാണ്. ചൈനയെ ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല. അവർക്ക് ഇന്ത്യയെ ആശ്രയിച്ചേ പറ്റൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അവർ ടാക്സ് കൂട്ടിയാലും ചൈനീസ് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ അമേരിക്കയെ മാത്രം നോക്കിയിരിക്കുകയല്ല. നമ്മൾ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുന്നുണ്ട്. നെതർലാൻഡ്, UAE, UK തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും നമ്മുടേതായ കയറ്റുമതികൾ അവിടെ കൂടി വരുന്നുണ്ട്. അമേരിക്ക എങ്ങാനും വാതിലടച്ചാൽ ജനൽ വഴി വിൽക്കാൻ ഇന്ത്യ പഠിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മറൈൻ പ്രൊഡക്ട്സ് ഒക്കെ എടുത്തു നോക്കിയാൽ വിയറ്റ്നാമും തായ്ലൻഡും ഒക്കെ മത്സരിക്കാനുണ്ടെങ്കിലും ഇന്ത്യൻ സീ ഫുഡിന് കിട്ടുന്നൊരു പ്രീമിയം വിലയുണ്ടല്ലോ, ആ ഒരു റേറ്റിനൊന്നും വേറെ സാധനങ്ങൾക്കൊന്നുമില്ല. അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡ് അവിടെ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ചൈനയുടെ കാര്യം ഒന്ന് നോക്കാം. ചൈനീസ് എക്കോണമി ഇപ്പോൾ വലിയ ഇതപ്പിലാണ്. കാരണം അവിടെ റിയൽ എസ്റ്റേറ്റ് തകർച്ചയും അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളും കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നൊരവസ്ഥയുണ്ട്. ഈ ഗ്യാപ്പിലേക്കാണ് ഇന്ത്യ കയറി ചെല്ലുന്നത്. അമേരിക്കയ്ക്ക് മനസ്സിലായി ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല എന്ന്. മാത്രമല്ല ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് അവർക്ക് ശക്തമായ ഒരു ഇന്ത്യയെ ആവശ്യമാണ്. ആ ഇന്ത്യ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ ടാക്സ് കൂട്ടിയാലും നമ്മളുമായുള്ള കച്ചവടം നിർത്താത്തത്. ഇതൊരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. നമ്മുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ മറ്റൊരു സീക്രട്ട് ഹീറോ കൂടിയുണ്ട്, നമ്മുടെ എണ്ണ ഇറക്കുമതി. നമ്മൾ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. അമേരിക്ക എത്ര എതിർത്തിട്ടും ഇന്ത്യ ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇത് നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കുറച്ച് വിലയ്ക്ക് എണ്ണ കിട്ടുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുന്നു. അത് നമ്മുടെ സാധനങ്ങളുടെ വില കുറയ്ക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്ക, ട്രംപ് എന്നിവരൊക്കെ ആരായാലും, അതായത് നമ്മൾ പറയുന്നത് അമേരിക്ക എന്നാണെങ്കിലും നമ്മുടെ മുമ്പിലുള്ള ശത്രു ശരിക്കും പറഞ്ഞാൽ ട്രംപ് തന്നെയാണ്. അയാൾ മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മാറ്റം കൃത്യമായി പറഞ്ഞാൽ നമുക്കത് ഉപകാരം ഉണ്ടായത്. ടാക്സ് ആയിട്ട് അമേരിക്കയ്ക്ക് കുറച്ചും കൂടി പൈസ കിട്ടിയെന്നല്ലാതെ ഇന്ത്യയെ തൊടാനൊന്നും പറ്റിയിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം? അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.